ഞാൻ സ്റ്റേജിലല്ല ഉള്ളത്. സ്റ്റേജിലാണെങ്കിൽ എനിക്ക് ആര് വരുന്നതിൽ കാണാൻ പറ്റും. ആസിഫ് അലിക്ക് തോന്നി കാണും, ചിലപ്പോൾ ആസിഫ് അലി ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം മനസ്സിലുള്ളത് ജയരാജും കൂടെ വരട്ടെ, അപ്പോൾ രണ്ടുപേരും വന്നിട്ട് പിന്നെ ആസിഫ് അലിയുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ നമ്മൾ ഫേസ്ലെസ് ആണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഹൃദയത്തിൽ കുറച്ച് വിഷമം തട്ടിയ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ്. കാരണം ഇന്ന് നമ്മുടെ റീല് എടുത്തു നോക്കിയാലും, ഇൻസ്റ്റയിൽ റീൽ എടുത്തു നോക്കിയാലും, ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ എടുത്തു നോക്കിയാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആസിഫ് അലിയുടെ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടിയുള്ള ഒരു മുഖമായിരിക്കാം, സൗമ്യമായ ഒരു ചിരിയോടുകൂടിയുള്ള ഒരു മുഖമായിരിക്കാം. അതിന്റെ കാരണം മനോരഥങ്ങൾ എന്നുള്ള MP വാസുദേവൻ നായരുടെ ആന്തോളജിയുടെ ട്രെയിലർ കൊഞ്ചായിരുന്നു ഇന്ന്. ഈ പരിപാടിയുടെ സമയത്ത് ഇദ്ദേഹത്തിന് മാത്രം അവാർഡ് നൽകാൻ ഇതൊരു വിട്ടുപോയി. ഇദ്ദേഹത്തിന് സ്വന്തം ഭാഷയിൽ പറഞ്ഞ ഇദ്ദേഹം അത് നമ്മുടെ MD വാസുദേവൻ നായരുടെ മകളോട് സൂചിപ്പിച്ചു, എനിക്ക് മാത്രം എന്താ അവാർഡൊന്നും തരാന് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു വിഷമം വന്നിട്ട് അദ്ദേഹം അത് അവരുടെ MD വാസുദേവൻ നായരുടെ മകളോട് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മകൾ ആരോടോ പറഞ്ഞിട്ട് അത് അനൗൺസ് ചെയ്ത് ഇതുപോലെ രമേശ് നാരായണന് അവാർഡ് കൊടുക്കാൻ വേണ്ടി ആസിഫ് അലിയെ ക്ഷണിക്കുകയാണ്, അദ്ദേഹത്തിനുള്ള അവാർഡായിട്ട് ആസിഫ് അലിയെ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞ് ആസിഫ് അലിക്ക് കയ്യിൽ അവാർഡിന്റെ ഫലവും പൊറുക്കുന്നു. നേരെ ആസിഫ് അലി പെട്ടെന്ന് ചാടി എണ്ണീട്ട് ആ ഫലവും മേടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനടുത്തേക്ക് വരികയാണ്. ഇദ്ദേഹത്തിനടുത്ത് വന്ന് ഇദ്ദേഹം എണ്ണീക്കുന്നു. വന്നത് വലത് കൈ കൊണ്ട് വാങ്ങിക്കുമ്പോഴും ഇദ്ദേഹം ആസിഫ് അലിയെ നോക്കുന്നില്ല. ഇദ്ദേഹം നോക്കുമ്പോൾ ഇടത് സൈഡിലേക്കാണ്. മറ്റാരെയും അദ്ദേഹം വിളിക്കുകയോ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോഴും ആസിഫ് അലി വെയിറ്റ് ചെയ്യാണ് ഇത് കൊടുത്തിട്ട്. അദ്ദേഹം നിഷ്കളങ്കമായ ഒരു ചിരിയോടുകൂടി ഇത് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ മുഖത്തേക്കേ നോക്കുന്നില്ല. നമ്മളിപ്പോ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഒരാളെ തരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നോക്കത്തില്ലേ, അതൊരു മര്യാദയുണ്ട്. അതുപോലും ചെയ്യാതെ ഇയാൾ അവരേക്ക് നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നു. പിന്നെ ആസിഫ് അലിക്ക് അവിടെ മിക്കേണ്ട കാര്യമില്ല. ഒരാൾ നമ്മളൊരു ഫലവൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അവാർഡ് കൊടുക്കാണ്, ഒരു പ്രൈസ് കൊടുക്കാനും ഗിഫ്റ്റ് കൊടുക്കാണ്, ഈ സമയത്ത് ഒരാൾ സ്റ്റേജിൽ പോലും നോക്കുന്നില്ല എന്ന് പറയുന്നത് സുഹൃത്തുക്കളുടെ ഇടയിൽ നമ്മൾ വീടിന്റെ അകത്ത് നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഒരാളെ നോക്കില്ലേ? ഈവൻ ഒരു സ്ട്രേഞ്ചറെയാണിത് നമ്മൾ നോക്കില്ലേ? ഇതൊന്നും നോക്കാതെ ഈ സാധനം മേടിക്കുമ്പോഴും നോക്കാതിരിക്കുന്ന ഒരാളുടെ ഇരിക്കുന്ന ആസിഫ് അലി പതിയെ പുറകോട്ട് തിൻവാങ്ങാനോ പൂർണ്ണമായിട്ട് ഒഴിയല്ല, തിൻവാങ്ങി മിക്കുകയാണ്. ഞാൻ ഇനി എന്താണ് എൻ്റെ റോൾ എന്താണെന്ന് മനസ്സിലാകാതെ അദ്ദേഹം അവിടെ മിക്കുകയാണ്. അപ്പോൾ ഈ രമേശ് നാരായൺ അടുത്ത ജയരാജിനെ വിളിക്കുന്നു. ജയരാജിന്റെ കയ്യിലേക്ക് അടുത്തേക്ക് വരുന്ന ജയരാജിന്റെ കയ്യിലേക്ക് ഇത് കൊടുക്കുന്നു. ഇതിനകത്ത് കംപ്ലീറ്റ്ലി ആസിഫ് ഔട്ടായിട്ടാ. കാരണം ഈ ഇനിയും പിക്ചർ ആസിഫില്ല, ഇത് ജയരാജിന്റെ കൈ കൊടുക്കുന്നു. അപ്പൊ ജയരാജൻ മനസ്സിലാവുന്നില്ല. ജയരാജ് നമ്മള് ഫ്രണ്ടിൽ കൂടെ ആ വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജയരാജിനും കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. ജയരാജ് ഇത് പേടിക്കുകയാണ്. എനിക്ക് നന്നാണോ ഇനിയിപ്പൊ എന്നോടുള്ള സ്നേഹം? കാരണം ഇദ്ദേഹം സ്നേഹം പങ്കുവച്ചതാണ്. ഇദ്ദേഹം ആദ്യമായിട്ട് ചെയ്തത് ജയരാജിന്റെ മൂവിയിലൂടെയാണ് ഇദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടി തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇദ്ദേഹം ആ സ്നേഹം ഗുരുവിനോടുള്ള നന്ദി കുറെ കാണിക്കുകയാണ്. അപ്പൊ ജയരാജ് മേടിക്കുന്നു. അപ്പം ജയരാജിനോട് പറയുന്നത് മേടിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് തിരിച്ചേക്ക്, എന്നിട്ട് എനിക്ക് താന്ന്. എന്നിട്ട് ജയരാജന് കൊടുത്ത ശേഷം ജയരാജിന്റെ കട്ടിപ്പുറക്കായാലും വീണ്ടും അത് വാങ്ങാണ്. എന്നിട്ട് ഇയാള് ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. ഇത് വാങ്ങുമ്പോ പാവപ്പെട്ട ആസിഫ് അലി അവിടെ മാറി നിൽക്കണം. ഇത് കണ്ടവര് ആസിഫ് അലിയെ കുറിച്ച് പറയണത് അദ്ദേഹം നിന്ന അവസ്ഥയിൽ ഒരാൾ നിൽക്കേണ്ടി വരരുതെന്ന് ഈ സിനിമയ്ക്കകത്തുള്ളവര് തന്നെ ഞാൻ പേര് പറയാ അങ്ങനെ ഈ സിനിമയ്ക്കകത്തുള്ളവർ തന്നെ പറയുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആസിഫ് അലി അവിടെ നിന്നവർ. എന്ത് ചെയ്യണമെന്നറിയത്തില്ല, ചെയ്തത് ശരിയാണോന്ന് അറിയത്തില്ല. അദ്ദേഹം പക്ഷെ വളരെ സൗമ്യമായ ഒരു ചിരിയോടുകൂടി അറിയിക്കുകയാണ്. ഈ വ്യക്തി ചെയ്തെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം പറയാണ്, ഞാൻ ആസിഫ് അലിയുടെ നിന്ന് മേടിച്ചു, പക്ഷെ ഞാൻ ആസിഫ് അലിനെ അവിടെ ഞാൻ മേടിക്കാൻ തുടങ്ങുമായിരുന്നു. ഞാൻ ജയരാജിനെ വിളിച്ച സമയത്തിന് ആസിഫ് അലി മുങ്ങി എന്നാണ് പറയുന്നത്. ഇതൊക്കെ പറയാൻ കൊള്ളാമെന്ന് മാക്കാനോ? ഇതൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാവോ ചേട്ടാ? അതൊക്കെ പറഞ്ഞാൽ മോശം. നിങ്ങളുടെ അദ്ദേഹം ഒഴിവായി പോയതാണ്. അദ്ദേഹം ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ഞാൻ ജയരാജിനെ വിളിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒഴിവായിപ്പാട്. മനുഷ്യൻ ഞങ്ങളും ഒക്കെ ചോറ ഉണ്ണീർ, ഞങ്ങളും ഒക്കെ കണ്ടതാണ്. നിങ്ങൾക്കൊരു മര്യാദയുണ്ട്. ഒരാള് അവാർഡ് തരാമെങ്കിൽ അയാളുടെ പേരെടുത്ത് വിളിച്ച് പറഞ്ഞു. അയാൾ പെട്ടെന്ന് പൊട്ടി വീണമെന്നൊന്നുമല്ല. ഇയാള് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അറിഞ്ഞില്ലെങ്കിൽ കേട്ടില്ലേ, നിങ്ങൾ എണ്ണീറ്റ് നിന്നില്ലേ? ആ സമയത്ത് ആസിഫ് അലിയാണ് വരുന്നതെന്നും നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. ആസിഫ് അലി വന്ന് നിങ്ങളുടെ കൈകളിലേക്ക് സന്തോഷത്തോടുകൂടി ആ അവാർഡ് തരുമ്പോ നിങ്ങൾ വടകെ കൈ കൊണ്ട് പിടിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാ ഇവിടേക്കാൻ മര്യാദയോടോ? അത് നിങ്ങളുടെ നന്ദിയില്ലായ്മയല്ലേ മലയാളികൾ ഇനി ഓർക്കുള്ളൂ.
ആൻഡ് സോറി പറയേണ്ടി വന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സന്തോഷമായെങ്കിൽ ഒരു ലൈക്ക്, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.